ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആട്ടോ. ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ്. ഞാൻ ഏവൂരായിരുന്നു. അവിടുന്ന് രാവിലെ കായംകുളത്തോട്ട് വന്നത്. വൈകിട്ട് സ്വപ്നാമ്മയായിട്ട് അമ്പലത്തിൽ പോകുന്നു പറഞ്ഞുകൊണ്ട് വന്നതാ. ഞങ്ങളിതേ ഇറങ്ങാനൊക്കെ പോകും. 1 മണിക്ക് പോകുന്നു പറഞ്ഞിട്ട് ഇപ്പം 2 മണിയായി. നമ്മൾ കേക്ക് വാങ്ങിക്കുന്ന പിന്നെ എവിടാന്ന് നിങ്ങൾക്ക് അറിയാലോ. സിന്ധു ചേച്ചിയുടെ അടുത്തുനിന്ന് നമ്മൾ കേക്ക് വാങ്ങിക്കുന്നത്. അങ്ങനെ ഏവൂര് ചെന്ന് ആള് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയായിരുന്നു. കാത്തിരുന്ന് ഉറങ്ങിപ്പോയതായിരിക്കും പാവം. ഒട്ടും പ്രതീക്ഷയില്ല. ഷുഗർ ആയതുകൊണ്ട് കേക്ക് മുറിയൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ സ്വപ്നാമ്മയുടെ കയ്യിൽ കേക്ക് കണ്ടപ്പോൾ ആൾ ശരിക്കും ഞെട്ടിപ്പോയി. ആ മുഖത്തെ ചിരി കണ്ടോ? എനിക്കത് കണ്ടാൽ മതി. അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിക്കുകയും ചെയ്ത് പിന്നെ ഗിഫ്റ്റും കൊടുത്ത്. അതൊട്ടും പ്രതീക്ഷക്കാരിയല്ലായിരുന്നു. പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ ആദ്യം തന്നെ എൻ്റെ തന്നെ പൊട്ടിക്കണമെന്ന്. ഞാനൊരു ടോപ്പായിരുന്നു കൊടുത്തത്. പച്ച കളർ ടോപ്പ് വേണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പം കരുതി പച്ച കളറിലെ ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാന്ന്. പിന്നെ അടുത്തത് പൊട്ടിച്ച് സ്വപ്നാമ്മയുടെ ആയിരുന്നു കേട്ടോ. അത് പിന്നെ സ്വപ്നമ്മയുടെ ഇഷ്ടത്തിന് തന്നെ വാങ്ങിച്ചതാ. ഷുഗർ ഉള്ള ആൾ കേക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ടോ? ചില കേക്കിനൊക്കെ ഭയങ്കര ചെടിക്കുന്ന മധുരം ഉണ്ടായിരിക്കില്ലേ? ഇതിന് അതേപോലെ അല്ല കേട്ടോ, കറക്റ്റ് മധുരമാണ്. അടുത്ത ഷുഗറുകാരി. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വൈകിട്ടത്തേക്ക് കപ്പയും കപ്പക്കിഴങ്ങും ഒക്കെ പുഴുങ്ങുന്ന പരിപാടിയായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹം വൈകിട്ട് ഇന്ന് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിക്കാമെന്ന് വിചാരിച്ച് ചെന്നതാ. പക്ഷേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് നൈസായിട്ട് ഞാനങ്ങ് കൈ ഒഴിഞ്ഞു. പിന്നെ വൈകിട്ട് ഞങ്ങൾ 3 പേരോടെ നടന്ന് ഒരു അമ്പലത്തിൽ പോയി. സ്വപ്നാമി എന്നാളി പറയുന്നുണ്ടായിരുന്നു പെതുക്കെ ഇനി നടക്കാനൊക്കെ പോകണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് ഇവിടുന്ന് ആയിക്കോട്ടേന്ന്. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു പുറത്തിരുന്ന് ഫുഡ് കഴിക്കണമെന്ന്. അങ്ങനെ അത് നടന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്